അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട്സിലേക്കാണ്. യദുവിൻ്റെ ഓഫീസിലെ കൊളീഗ്സിൻ്റെ കൂടെയാണ് ഇന്നത്തെ കറക്കം. കബീർ ബായ് ഉണ്ട്, അഖിൽ ബായ് ഉണ്ട്, റിജാസ് ഉണ്ട്, റിജാസിൻ്റെ ഭാര്യ സിംസിനയുണ്ട്, പിന്നെ ഞാനും യദു. കഴിഞ്ഞ തവണ ഞങ്ങളെ അബുദാബി പള്ളി കാണിക്കാൻ കൊണ്ടുപോയ സാക്ഷാൽ കബീർ ബായ് തന്നെയാണ് ഇന്നത്തെയും ഞങ്ങളുടെ ട്രിപ്പിൻ്റെ കോർഡിനേറ്റർ. അതന്നെ എന്താ പറയണ്ടേ, അപ്പോൾ എല്ലാവരും കബീർ ബായ് പറഞ്ഞ പോലെ ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കല്ലോ അല്ലേ. ദുബായിൽ ഇപ്പം നല്ല വെയിലായതുകൊണ്ട് ആദ്യം തന്നെ ഞങ്ങളെല്ലാവരും ലിഗോലാൻഡ് വാട്ടർ പാർക്കിൽ വെള്ളത്തിൽ ചാടാൻ പോയി. പിന്നെയാണ് ഈ കാണുന്ന ലിഗോലാൻഡ് പാർക്കിലേക്ക് വന്നത്. ഇവിടെ മൊത്തം ദുബായും ലോകത്തിലെ തന്നെ പല പ്രധാന സ്ഥലങ്ങളും ലിഗോ ബ്ലോക്സ് വെച്ച് വളരെ മനോഹരമായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദുബായ് പാർക്സിലെ സ്ഥിരം കസ്റ്റമറായ കബീർ ബായ് ആണ് ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞ് കൂടെ നടക്കുന്ന ഗൈഡ്. ഇവിടെ ബുർജ് അൽ അറബ് ഉണ്ട്, ജുമൈറ മാസ അൽ അറബ് ഉണ്ട്, ബുർജ് ഖലീഫ ഉണ്ട്, മെട്രോ ഉണ്ട്, എയർപോർട്ട് ഉണ്ട്, ദുബായിലെ മറ്റ് പ്രമുഖ കെട്ടിടങ്ങളുമുണ്ട്. ഇതൊക്കെ ലിഗോ ബ്ലോക്സ് കൊണ്ട് ഉണ്ടാക്കിയതാണത്രേ. കുട്ടികൾക്കും വേണമെങ്കിൽ മുതിർന്നവർക്കും ലിഗോ ബ്ലോക്സ് ഉണ്ടാക്കുന്ന പ്രക്രിയ കാണാനും പറഞ്ഞു കൊടുക്കാനും ഇവിടെ ഒരു ചെറിയ ലിഗോ ഫാക്ടറിയും അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ലിഗോലാൻഡ് വാട്ടർ പാർക്കിൽ പോയപ്പോൾ ഫോൺ കൊണ്ടുപോയിരുന്നില്ല, അതുകൊണ്ട് അവിടുത്തെ റൈഡുകളുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ പോകുന്നവർ വെള്ളത്തിലിറങ്ങുമ്പോൾ പോളിസ്റ്റർ തുണി കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അവർ നിങ്ങളെ വെള്ളത്തിലിറങ്ങാൻ സമ്മതിക്കില്ല. ഇനി നമുക്കൊരു അണ്ടർ വാട്ടർ റൈഡിൽ പോയാലോ? ഒരു ഡീപ് സീ എക്സ്പ്ലോറേഷൻ ആണ് ഞങ്ങളുടെ ഉദ്ദേശം. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ് ഗൈസ്. ആദ്യമൊക്കെ ലിഗോ ബ്ലോക്ക് കൊണ്ടുണ്ടാക്കിയ മീനിനെയും കടൽ സസ്യങ്ങളെയും കണ്ടപ്പോൾ ഞാൻ കരുതി ഇത് പറ്റിക്കലാണല്ലോ എന്ന്. പക്ഷെ അത് അങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഒരു മുങ്ങിക്കപ്പലിന്റെ പോലെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ റൈഡിൽ ഒരേ സമയം 10 പേർക്ക് വരെ കയറാം. രണ്ടു വശത്തും കാഴ്ച കാണാനായി ഗ്ലാസ് വിൻഡോ ആണ് വെച്ചിരിക്കുന്നത്. നല്ല കാഴ്ചകൾ വന്ന് തുടങ്ങിയപ്പോൾ ഇതിപ്പോൾ ഏത് സൈഡിൽ നോക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു എനിക്ക്. ഒരു വശത്ത് ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജലദേവത, മറുവശത്ത് ചെറുതും വലുതുമായ മനോഹരമായ മീനുകൾ. ഇനിയിപ്പോൾ നിങ്ങൾ തന്നെ കണ്ടോ. അണ്ടർ വാട്ടർ എക്സ്പ്ലോറേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബാക്കിയുള്ള എക്സ്പ്ലോറേഷന് പോവുകയാണ്. സ്കിഡ് മിഷൻ എന്നാണ് കേട്ടോ നമ്മളിപ്പോൾ കയറിയ റൈഡിൻ്റെ പേര്. ആ നേരെ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലിഗോലാൻഡ് ഫാക്ടറി. ഇവിടെ വേറെയും ഒരുപാട് കാണാനും കയറാനുമുള്ള റൈഡുകളുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും ഇവിടെ. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഞങ്ങൾ. 10 മണിയായപ്പോൾ ഇവിടെ റിവർലാൻഡിലെത്തി. ഇപ്പോൾ 2 മണിയാവാറായി. എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി തുടങ്ങിയിരിക്കണം. ഇവിടെ ഈ ഫ്രൈഡ് ചിക്കൻ സ്റ്റോറിൽ കയറി ഫ്രൈഡ് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും ഓർഡർ ചെയ്തു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ചേച്ചി മുട്ടേന്ന് വിരിയാത്ത ഈ ഡൈനോസർ കുട്ടിയും കൊണ്ടുവന്നത്. ആള് കുറച്ച് ടെററാണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ കടിക്കുമോ? ഏയ് ഇല്ലായിരിക്കും. ഇവിടെ ഇനിയിപ്പോൾ ഡൈനോസർ ഫ്രൈ ഉണ്ടോ എന്തോ. എന്തായാലും കാത്തിരുന്ന് ഞങ്ങളുടെ ഫ്രൈഡ് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും ബണ്ണും ഒക്കെ വന്നു. കഴിക്കുന്ന തിരക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇനി നമ്മൾ മോഷൻ ഗേറ്റിലേക്കാണ്. റിവർലാൻഡിൽ 3 തീം പാർക്കും ഒരു വാട്ടർ പാർക്കുമായി മൊത്തം 4 പാർക്കുകളുണ്ട്. അതിൽ 2 എണ്ണം നമ്മൾ രാവിലെ കവർ ചെയ്തു. ലിഗോലാൻഡ് വാട്ടർ പാർക്കും ലിഗോലാൻഡ് തീം പാർക്കും. ഇനിയാണ് കളി കാര്യമാകാൻ പോകുന്ന 3ാമത്തെ പാർക്കായ മോഷൻ ഗേറ്റ്. പേരിൽ സൂചിപ്പിച്ച പോലെ ഇവിടെ മൊത്തം ചലിച്ചുകൊണ്ടിരിക്കുന്ന റൈഡുകളാണ്. കഴിഞ്ഞ വർഷം മലേഷ്യയിൽ പോയപ്പോൾ ആണ് അവസാനമായി അമ്യൂസ്മെന്റ് പാർക്കിൽ പോയത്. ഇനിയിപ്പോൾ ഇവിടുത്തെ റൈഡുകളിൽ കയറി ഓർമ്മ പുതുക്കാം. ആ കാണുന്നതാണ് ഡ്രീം വർക്ക്സ്. അതിനുള്ളിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞാണ് കബീർ ബായ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. എന്താ ഉള്ളിലെന്ന് പറയുന്നുമില്ല. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഉള്ളിൽ കയറി. പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, ഉള്ളിൽ കുറച്ചുകൂടെ സ്റ്റൈലായിട്ടുണ്ട്. എന്തായാലും ഇവിടെ AC ആയതുകൊണ്ട് പുറത്തെ ചൂടിൽ നിന്നൊരു നല്ല ആശ്വാസവുമായി. ആദ്യം നമുക്ക് കുംഫു പാണ്ടയിലേക്ക് പോകാം.
എന്തായാലും ഇന്ന് എൻ്റെ കൂടെ ഉള്ളവരൊക്കെ നല്ല പ്രോത്സാഹനമായോണ്ട് വീഡിയോ ഒക്കെ നല്ല രസമായി എടുക്കാൻ പറ്റി. ആഹാ, കബീർ ഭായി എന്തോ കാട്ടിത്തരുന്നുണ്ടല്ലോ. അതാ അങ്ങോട്ട് നോക്കൂ, നിങ്ങളങ്ങ് മലമുകളിൽ ഒരു അമ്പലം കണ്ടില്ലേ? അമ്പലമാണോ അതോ പാണ്ഡയുടെ വീടാണോ എന്തോ. ഇനിയിപ്പോ നമുക്കടുത്ത റൈഡ് തപ്പി പോവാം. മൊത്തം കൂരാക്കൂരിട്ടാണ്. എന്തായാലും പോയി ഞങ്ങളൊരു ക്യൂവിലെത്തി. വേനൽക്കാലമായോണ്ടായിരിക്കും പുറത്തുള്ള റൈഡുകളിൽ കയറാനൊന്നും തീരെ ക്യൂ ഉണ്ടായില്ല. പക്ഷെ ഇവിടെ AC ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് കാത്തിരിക്കണം. വിന്റർ സീസണിൽ വന്നാൽ കാത്തിരിപ്പ് ഇനിയും കൂടും. എന്തായാലും കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ഞങ്ങൾ പാണ്ഡയുടെ കഥ കാണാനും കേൾക്കാനുമായി പോയി. ഇവിടെ ഒരു 3D എക്സ്പീരിയൻസ് ആണ്. വിർച്വൽ റിയാലിറ്റി ടെക്നോളജിയാണ് ഇവിടുത്തെ റൈഡിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വീഡിയോ എടുത്ത് കാണിക്കാവുന്ന ഒന്നല്ല, അനുഭവിച്ച് അറിയേണ്ട റൈഡ് തന്നെയാണിത്. ഈ റൈഡുകളിൽ കയറാൻ ഹൈറ്റ് ഹെൽത്ത് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. വളരെ ചെറിയ കുട്ടികളെ ഈ റൈഡുകളിൽ കയറ്റില്ല. ഓരോ റൈഡിന്റെയും മിനിമം ഹൈറ്റ് എത്രയാണെന്ന് കയറുമ്പോൾ തന്നെ നോക്കുക. പിന്നെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരും ഗർഭിണികളും മറ്റു ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും ഇത് ഒഴിവാക്കേണ്ടതാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, ഇവിടെ പല റൈഡുകളിലും കയറുന്നതിന് മുന്നുള്ള മുന്നറിയിപ്പ് ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കണം. ഇവിടെ ഇനിയും ഒരുപാട് റൈഡുകളുണ്ട്. കൂടിപ്പോയാൽ 2-3 മിനിറ്റ് മാത്രമേ ഓരോ റൈഡുകളും ഉള്ളൂ എങ്കിലും അത് തന്നെ ധാരാളം. ഓരോ റൈഡിൽ കയറി 2-3 സെക്കൻഡിൽ തന്നെ കിളി പോവും. അത് വിചാരിച്ച് എല്ലാ റൈഡുകളും അങ്ങനെയല്ല കേട്ടോ. കുട്ടികൾക്കിണങ്ങിയ ചെറിയ റൈഡുകളും ഇവിടെയുണ്ട്. പേടിയുള്ള മുതിർന്നവർക്കും മറ്റ് വലിയ റൈഡുകൾ ഒഴിവാക്കി ചെറിയ റൈഡുകളിൽ കയറാം. നിങ്ങളിപ്പോൾ ഒരു റൈഡ് പോയത് കണ്ടോ? പേടിയുള്ളവരാണ് അതിൽ കയറണ്ട. ഞാൻ അതിൽ കയറി എൻ്റെ പറന്നുപോയ കിളി തിരിച്ചു വരാൻ കുറച്ചധികം സമയമെടുത്തു. നോക്കി വെച്ചോ, ഡ്രാഗൺ ഗ്ലൈഡർ എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങൾ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതൊരു മസ്റ്റ് റൈഡാണ്. ഇനി നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന യന്ത്രവഞ്ചി, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു, എത്ര കയറിയിരിക്കുന്നു. പക്ഷെ ഇതിൽ എപ്പോൾ കയറിയാലും എൻ്റെ ഉള്ളിലൊരു ആന്തലാണ്. എന്തായാലും വഞ്ചിയിൽ കയറി ബാക്കി കിളികളെ കൂടി പറത്തി കിട്ടും. ഇനി നമ്മൾ പോകുന്നത് മഡഗാസ്കറിലേക്കാണ്. ഇനിയിപ്പോ ഇവിടെ എന്താണോ എന്തോ. കണ്ടിട്ടൊരു സർക്കസ് കൂടാരത്തിന്റെ ഒരു സെറ്റപ്പ്. മിക്കവാറും അടുത്ത റൈഡിലും കയറി സർക്കസ് കളിക്കേണ്ടി വരുമെന്ന് ഉറപ്പായി. തലകുത്തി മറിയൽ, മുകളിലേക്ക് പെട്ടെന്നൊരു എടുത്തെറിയൽ, അങ്ങനെ ഒരു ചെറിയ റോളർ കോസ്റ്റർ തന്നെയായിരിക്കുമെന്ന് തോന്നിയിരുന്നു. വിചാരിച്ച അത്ര പ്രശ്നമുണ്ടായില്ലെങ്കിലും ഇതും നല്ലൊരു VR എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കുറച്ചു നേരമെങ്കിലും ഒന്ന് ശ്വാസം അടക്കി പിടിച്ചിരിക്കേണ്ടി വന്നു. ഇവിടെ റൈഡിൽ കയറാൻ മാത്രമല്ല, ഇതൊക്കെ കാണാനും നല്ല രസമുണ്ട്. പള്ളിപ്പെരുന്നാളിന് പോയ പോലെ ആകെ മൊത്തം ലൈറ്റ്. കുട്ടികൾക്കും എന്നെപ്പോലെ കുട്ടികളുടെ മനസ്സുള്ള മുതിർന്നവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെടാതിരിക്കില്ല. അങ്ങനെ അവിടുത്തെ മെയിൻ അട്രാക്ഷൻസിലൊക്കെ കയറി പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഈ വാട്ടർ റൈഡിൽ കയറി. എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ പറ്റിയ ഒരു ചെറിയ വാട്ടർ റൈഡാണിത്. ഇപ്പൊ സമയം 5:30 കഴിഞ്ഞു. വെയിലിന് ചെറിയൊരു കുറവുണ്ട്. ഇതാണ് ഇനി നമ്മുടെ അടുത്ത റൈഡ്. മുകളിലേക്കും താഴേക്കും ഷടപടേന്ന് ഇതിന്റെ ഒരു പോക്കുണ്ട്. മുകളിലെത്തിയാൽ ഒരുവിധം ദുബായ് മൊത്തം കാണാം. പേടിയുള്ളവർക്ക് ഇതിൽ കയറിയാൽ ഒരേ സമയം സ്വർഗവും നരകവും കാണാം. ഈ റൈഡിലൊക്കെ കയറുമ്പോൾ മൊബൈൽ കയ്യിലെടുത്ത കയ്യിൽ നിന്ന് പോകുന്ന എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ അതിന് മുതിർന്നില്ല. ഇതിൽ കയറിയ എന്തൊക്കെ കാണുന്നറിയാൻ പൂതിയുള്ളവർക്ക് നേരിട്ട് വന്ന് കയറാം. ബാക്കി വരുന്നുണ്ടാവുമെങ്കിൽ ആലുവയിൽ ഇറക്കാം. അങ്ങനെ അതും കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത റൈഡ് അന്വേഷിച്ചു പോവാം. ഇനിയുള്ളത് വലിയ പ്രശ്നമുള്ള റൈഡല്ല. പോയ ശ്വാസം നേരെ വീഴാൻ കുറച്ച് ആശ്വാസം വേണമല്ലോ. ഇത് VR ടെക്നോളജി വെച്ചുള്ള ഒരു റൈഡായിരുന്നു. 3D കണ്ണടയൊക്കെ അവർ തന്നു. ഇനി നമുക്ക് മോഷൻ ഗേറ്റിനോട് യാത്ര പറയാം. അടുത്തത് നമ്മുടെ 4ാമത്തെ പാർക്കാണ്. ഇവിടെ ഓരോ പാർക്കുകളും തമ്മിൽ കുറച്ച് ദൂരമുണ്ട്. പാർക്കുകളെ ബന്ധിപ്പിക്കാൻ ബഗ്ഗി സർവീസ് അവൈലബിൾ ആണ്. ഈ കാണുന്നതൊക്കെ റിവർലാൻഡ് ആണ്. വൈകിട്ട് ഇവിടെ പാർക്കിൽ വന്നിരിക്കാൻ നല്ല രസമായിരിക്കും. നമ്മളിനി പോകാൻ പോകുന്നത് റിയൽ മാൻഡ്രിഡ് പാർക്കിലേക്കാണ്. ഫുട്ബോൾ തീംഡ് തീം പാർക്കാണത്. ഇവിടെ റിവർലാൻഡിൽ രാത്രി ഫൗണ്ടൻ ഷോയും ലൈറ്റ് ഷോയും ഒക്കെ ഉണ്ട്.
അതൊക്കെ ബഗ്ഗിയിലിരുന്ന് കണ്ടാസ്വദിച്ചാണ് റിയൽ മാൻഡ്രിഡിലേക്കുള്ള ഞങ്ങളുടെ യാത്ര. ഇവിടുത്തെ ഓരോ പാർക്കിലും 4-5 മണിക്കൂറോളം ചിലവഴിക്കാനുള്ള റൈഡുകൾ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ഒരു ദിവസമേ ഉള്ളൂ എന്നതുകൊണ്ടാണ് എല്ലാ പാർക്കിലെയും പ്രധാനപ്പെട്ട റൈഡുകളിൽ മാത്രം കയറുന്നത്. ഫുട്ബോൾ തീമും റിയൽ മാൻഡ്രിഡിന്റെ ലെഗസിയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുള്ള വാട്ടർ തീം പാർക്കാണ് റിയൽ മാൻഡ്രിഡ് പാർക്ക്. ആദ്യം ഒരു ഫുട്ബോൾ VR ഗെയിം കളിക്കാനാണ് ഞങ്ങൾ കയറിയത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആ കാണുന്ന സ്തൂപം തന്നെയാണ്. ലൈറ്റൊക്കെ കത്തിച്ച് ചുമ്മാ ഭംഗിക്ക് കറങ്ങുന്ന ഒരു കാഴ്ചവസ്തുവാണ് അത് എന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി. അതിവിടുത്തെ ഒരു റൈഡാണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എനിക്കത് മനസ്സിലായത് അതിന്റെ അടുത്തെത്തിയപ്പോഴാണ്. ആ തൂങ്ങിയാടുന്നത് ആളുകളാണ്. ചങ്ങല കൊണ്ട് കെട്ടിത്തൂക്കിയിരിക്കുന്ന 2 കസാരകളാണ് അതിന്റെ ഓരോ കയ്യിലും. ചങ്ങല നീക്കുമ്പോൾ പേടിക്കണ്ട, ചങ്ങലാണേലും ആള് സ്ട്രോങ് ആണ്. ഇതിന്റെ മുകളിൽ കയറി ദുബായിയുടെ രാത്രി ഭംഗി ആസ്വദിക്കാം. പേടിയുണ്ടായിരുന്നെങ്കിലും കബീർ ഭായ് തന്ന ധൈര്യത്തിലാണ് ഞാൻ ഇതിൽ കയറിയത്. ഇവിടെ ഇതുപോലെ വേറെയും ഒരുപാട് അഡ്വഞ്ചറസ് റൈഡുകളുണ്ട്. പിന്നെ ഫുട്ബോൾ താരങ്ങളുടെ പ്രതിമകളും ട്രോഫികളുമൊക്കെ നമുക്കിവിടെ കാണാം. അങ്ങനെ ഇപ്പൊ സമയം 8:30 അടുത്തിരിക്കുന്നു. പാർക്ക് അടയ്ക്കാറായി. ഇനിയിപ്പോൾ ഇറങ്ങിയില്ലേൽ അവര് ഞങ്ങളെ ഇറക്കിവിടും. അങ്ങനെ ഞങ്ങൾ ബാഗും എടുത്ത് ഇന്നത്തെ നല്ല ഓർമ്മകളുമായി ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട്സിനോട് വിട പറയുകയാണ്. പോകുന്ന വഴി ഒരു ഐസ്ക്രീമും കഴിച്ചു. അപ്പോൾ UAEയിലുള്ളവരോടാണ്, ഫ്രണ്ട്സും ഫാമിലിയുമായി അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ഇടമാണിവിടെ. പറ്റുകയാണെങ്കിൽ ഒരു തവണയെങ്കിലും വന്ന് റൈഡിലൊക്കെ കയറിയിട്ട് പോകൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.